ഇനി നിന്നെ മറികടന്ന് നിൻ്റെ നന്മ കവരുവാൻ, നിൻ്റെ സന്തോഷങ്ങളിലേക്ക് കാൽ വയ്ക്കുവാൻ ഒരു ശത്രുവിനും, അത് മനുഷ്യനാകട്ടെ പിശാചാകട്ടെ, കഴിയത്തേയില്ല. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശദ്രവം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ആലോചന പ്രവചനദൂതായി അതേ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങൾക്ക് കൈമാറി. ഒരുപാട് ഓടുന്നുണ്ട്, ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആണേ, എത്തിപ്പെടുവാൻ, പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പേ ഓട്ടം അവസാനിപ്പിക്കേണ്ടി വരുന്നു. അർത്ഥാൽ നിങ്ങൾക്ക് മുൻപേ മറ്റൊരുവൻ, അതൊരു പക്ഷേ കൂടെ ജോലി ചെയ്യുന്നവരാകാം, അല്ലേ സഹോദര, നിനക്ക് അർഹതപ്പെട്ട ആ സ്ഥാനം, നീ ഇരിക്കേണ്ട ആ കസേര, നീ വാങ്ങേണ്ട ആ സാലറി, കൂടിയ സാലറി, നിനക്കുണ്ടാകേണ്ട ആ പോസ്റ്റ്, അത് നിനക്കു മുമ്പേ അർഹതയില്ലാത്ത ആരോ കൈവശമാക്കി പോകുന്നു. നീ കരയുക, പാസ്റ്റർ, അതിനുവേണ്ടി എനിക്ക് ചെയ്യുവാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു, ഞാൻ അവിടെ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് മുമ്പേ നിങ്ങൾ പറഞ്ഞതുപോലെ ശരിയാണ്, അർഹതയില്ലാത്ത പലരും പല കുൽസിത മാർഗങ്ങളിലൂടെ പലരെയും മണിയടിച്ച് പല നിലകൾ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. പാസ്റ്റർ, എങ്ങനെ അവർക്കിത് സാധ്യമാകുന്നു? ഞാൻ കാണുന്ന വിധത്തിൽ അവർ എന്നെക്കാൾ മെച്ചമല്ല. അത് ഞാനിരിക്കേണ്ട കസേരയിലേക്ക്, എനിക്ക് ലഭിക്കേണ്ട സ്ഥാനത്തിലേക്ക് അവരെ കൈപിടിച്ച് ആനയിച്ചവർ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് അവർക്കില്ല, അങ്ങനെ ഒരു ഹാർഡ് വർക്കിൻ്റെ പിൻബലം അവർക്ക് ഇല്ല. പിന്നെ എങ്ങനെ ഇത് സാധ്യമാകുന്നു? നീ അറിയാതെ, നിൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത വിധത്തിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലം, അതേ മന്ത്രവാദത്തിലൂടെ, ആഭിചാരത്തിലൂടെ, ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ, വശീകരണത്തിലൂടെ നീ അനുഭവിക്കേണ്ട, നിനക്ക് അർഹതപ്പെട്ട സ്ഥാനത്തെ കവർന്നെടുക്കുന്ന ദുഷ്ടമനുഷ്യർ, അവർക്ക് പിൻപിൽ വ്യാപരിക്കുന്ന ആ പൈശാചിക മണ്ഡലം, അവർക്ക് കവർന്നെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആ സ്ഥാനങ്ങളെ, നിനക്ക് അർഹതപ്പെട്ടതിനെ ഈ ദിവസങ്ങളിൽ നീ പ്രാപിച്ചെടുക്കുവാൻ പോകുന്നു. ഇനി കൺമുമ്പിൽ, അതേ കേൾക്ക്, ഇനി കൺമുമ്പിൽ നിന്റെ നന്മ, നിനക്കർഹതപ്പെട്ടത് നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. സഹോദരി, നിന്റെ ആ പൊസിഷൻ, അതെ, ഭാര്യ എന്ന പൊസിഷൻ, ആ പദവി, അതൊരു പദവിയാണ്, ദൈവം തന്ന പദവിയാണ്. അതിനൊരുപാട് അർത്ഥതലങ്ങളുണ്ട്, മാനങ്ങളുണ്ട്. എന്നാൽ ഇന്നതൊരു വെറുമൊരു പേര് മാത്രമായി ചുരുങ്ങിപ്പോയിരിക്കുന്നു. നീ ഭാര്യയാണ്, മറ്റെല്ലാ വിധത്തിലും മറ്റാരൊക്കെയോ ആ സ്ഥാനങ്ങൾ കൈവശമാക്കിയിരിക്കുന്നു. നിന്റെ വാക്കുകൾക്ക് വിലയില്ല, ഭർത്താവിന് മേൽ നിനക്കൊരു സ്വാധീനമില്ല, കിടപ്പറയിൽ പോലും നിനക്കൊരു സ്ഥാനമില്ല. നിന്റെ ഭർത്താവിൻ്റെ ബന്ധുക്കൾക്ക് മുൻപിൽ നിന്റെ ഭർത്താവിൻ്റെ ഭാര്യ എന്നൊരു ആമേൻ പേര് മാത്രം, സ്ഥാനമില്ല. മക്കൾ അമ്മയെന്ന് വിളിക്കുന്നു, അതുമാത്രം. അതിനപ്പുറം അവരുടെ ഹൃദയത്തിലും ഒരു സ്ഥാനമില്ല. എനിക്കറിയത്തില്ല പാസ്റ്റർ, എങ്ങനെയാണ് എനിക്ക് ലഭിക്കേണ്ട എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കവരപ്പെട്ടത്? അല്ലേ, അതല്ലേ സഹോദരി? ചിലരെ നിനക്കറിയാം, പക്ഷെ അവർക്ക് എങ്ങനെ അത് സാധ്യമായി? അവരുടെ സൗന്ദര്യമാണോ, അവരുടെ മറ്റെന്തെങ്കിലും ഇതര കഴിവുകളാണോ? അതെ, നിൻ്റെ ഭർത്താവിൻ്റെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് അവർ എങ്ങനെയാണ് കടന്നു വന്നത്, കൂടുകൂട്ടിയത്, നിൻ്റെ സ്ഥാനം കവർന്നെടുത്തത്? നിനക്കറിയത്തില്ല. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, ദൈവവചനവുമായി നിനക്ക് മുൻപിൽ ഇരിക്കുമ്പോൾ എനിക്കറിയാം. മന്ത്രവാദങ്ങളിലൂടെ, ആഭിചാരങ്ങളിലൂടെ, വശീകരണങ്ങളിലൂടെ കൈവശങ്ങളെ കൊടുത്ത് നിൻ്റെ സ്ഥാനത്തെ തട്ടിയെടുത്ത അതേ ആ മനുഷ്യരെ, അതേ അവളെ ഓടിത്തോൽപ്പിക്കുവാൻ, തിരികെ പിടിക്കുവാൻ നിന്റെ ഭാര്യ എന്ന പദവിയെ, ആ സ്ഥാനത്തെ, അതിൻ്റെ അർത്ഥതലങ്ങളിൽ തിരികെ പിടിക്കുവാൻ എൻ്റെ ദൈവം ഈ ദിവസങ്ങൾ നിന്നെ ശക്തീകരിക്കുക. സഹോദര, ഭർത്താവ് എന്ന സ്ഥാനം മാത്രമല്ല, നിന്റെ ഭാര്യയുടെ സ്നേഹം. റാധാലമാഷേഖനെ കർത്താവ് ചില കുടുംബങ്ങളെ പണിയുക. സ്തോത്രം, ആമേൻ.
അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ആലോചന എന്നോടുള്ളതാണ്, ദൈവാത്മാവ് സംസാരിക്കുന്നത് എന്നോടാണ്. പക്ഷേ വചനം എവിടെ? അത് നിങ്ങൾ ചോദിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, എന്നാൽ യഹോവയുടെ കൈ എലിയാവിന് മേൽ വന്നു, അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുൻപായി ഓടി. ആഹാബ് രാജാവാണ്. രാജാവ് മാത്രമല്ല, അവനെ പിന്നിൽ നിന്ന് നയിക്കുവാൻ ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ഇസബേലിനാൽ ഒരുക്കപ്പെട്ട ബാലിൻ്റെയും അശൂര പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും ശക്തി സംഭരിച്ച് ആ ശക്തി കൊണ്ട് ആഹാവിനെ ശക്തിപ്പെടുത്തുന്ന പിന്നിലുള്ള ശക്തി, മന്ത്രവാദത്തിന് പേര് കേട്ട, ആഭിചാരത്തിന് പേര് കേട്ട, ക്ഷുദ്രപ്രയോഗങ്ങൾക്ക് പേര് കേട്ട ആ ശക്തി, രാജാവെന്ന പദവിയുണ്ട്. പിൻപിൽ മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും ജാതീയ ബന്ധനങ്ങളുടെയും ശക്തിയുണ്ട്. കുതിരകളും രഥങ്ങളും, കുതിരകളുടെ കാലിൻ്റെ ശക്തിയും രഥചക്രത്തിൻ്റെ വേഗവുമുണ്ട്. എന്നാൽ വചനം പറയുന്നു, ഏലിയാവിനെ മറികടക്കുവാൻ കുതിരയുടെ കാലുകൾക്കോ രഥചക്രങ്ങൾക്കോ ആഹാബിന് പിൻപിൽ നിന്ന് നയിക്കുന്ന ഇസബേലിലൂടെ വെളിപ്പെട്ട് നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തിനോ കഴിഞ്ഞില്ല. ഏലിയാവ് ആഹാബിൻ്റെ രഥചക്രങ്ങൾക്ക് മുമ്പേ, കുതിരകളുടെ കുളമ്പുകൾക്ക് മുമ്പേ ഓടി എത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരം ഏലിയാവിന് മേൽ വെളിപ്പെട്ടതുപോലെ ഇന്ന് സഹോദരി, നിന്റെ ലക്ഷ്യത്തിലേക്ക് നിന്നെ മറികടന്ന് ഒരു മനുഷ്യനും ഒരു പിശാചിനും കടന്നു പോകുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുക. അത് നീ പ്രാപിക്കുവാൻ യേശുവിൻ നാമത്തിൽ ഇനി അത് കൺമുമ്പിൽ നിന്ന് വഴുതി പോകത്തില്ല. ഇനി ആ സക്സസ്, ആ റിസൾട്ട്, വിജയമെന്ന റിസൾട്ട് അതിനി നിന്നിൽ നിന്ന് മാറിപ്പോകത്തില്ല. നീ അത് പ്രാപിക്കുവാൻ പോകുക. ആ തൊഴിൽ നീ പ്രാപിക്കുവാൻ പോകുക. നിനക്ക് മുമ്പേ മറ്റാരോ ഓടി അത് കരസ്ഥമാക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിനക്കർഹതപ്പെട്ട ആ പൊസിഷൻ, നിനക്കർഹതപ്പെട്ട ആ പോസ്റ്റ്, നിനക്കർഹതപ്പെട്ട ആ സ്ഥാനമാണ് ഇനി മറ്റാരും ഓടി നിന്നെ ഓവർടേക്ക് ചെയ്ത് കവർന്നെടുക്കാതിരിക്കുവാൻ തക്കവണ്ണം മുൻപേ ഓടുന്ന ചിലതിനെ ഓവർടേക്ക് ചെയ്യുവാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം നിന്റെ മേൽ വരിക. യെസ്, പ്രാർത്ഥിക്കുമാതമേ, നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിൻ്റെ കരം വരിക. ഓവർടേക്ക് ചെയ്യുവാൻ, മുൻപേ ഓടുന്ന, ദേശത്തിൽ ഓടുന്ന, നന്മകളെ കൈവശമാക്കുന്ന, തലമുറകളുടെ ഫ്യൂച്ചറിനെ കവർന്നെടുക്കുവാൻ തക്കവണ്ണം ഓടിക്കൊണ്ടിരിക്കുന്ന അനേക തലമുറകളെ തോൽപ്പിച്ച, ഈ നിലകളിൽ നിന്റെ തലമുറകളെ തോൽപ്പിച്ച ആ പൈശാചിക മണ്ഡലത്തെ, ചില ദുഷ്ട വ്യക്തികളെ ഓടി തോൽപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരം നിന്റെ തലമുറയുടെ മേൽ വെളിപ്പെടുക. യെസ്, ആമേൻ, താങ്ക് യു ലോർഡ്, ആമേൻ. ആ വിവാഹം മുടങ്ങത്തില്ല. പ്രാർത്ഥിക്കുക. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഒത്തിരി തവണ നിനക്ക് മുമ്പേ നിനക്കത് പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. ഷാബാറിനെ ആ മുടങ്ങിപ്പോയ വിവാഹം നടക്കുക, ആ തടസ്സം മാറിപ്പോകുക. മീൻസ് നീ അതിനെ ഓവർടേക്ക് ചെയ്യുക, ആ തടസ്സത്തെ ഓവർടേക്ക് ചെയ്യുക, ആ വെല്ലുവിളിയെ നീ ഓവർടേക്ക് ചെയ്യുക. ആ രോഗത്തിന് ഇനി നിനക്കൊപ്പം ഓടി നിന്റെ ശരീരത്തെ പിടിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ കരം നിന്റെ മേൽ വെളിപ്പെടുക. ആ രോഗത്തെ ഓടിത്തോൽപ്പിക്കുവാൻ, നിന്നെ കിടക്കയിലാക്കുന്ന, മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ആ രോഗത്തെ ഓടിത്തോൽപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരം നിന്റെ മേൽ വെളിപ്പെടുക. യേശുവിൻ നാമത്തിൽ ഈ ഉപവാസ പ്രാർത്ഥന 1-ാമത്തെ പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിച്ചു പറയട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നീ ഓടി തോൽപ്പിക്കുവാൻ പോവുക. ദേശത്തിൽ അനേകരെ കണ്ണുനീരിലാക്കിയ, അനേക കുടുംബങ്ങളെ തകർത്ത് കളഞ്ഞ പൈശാചിക മണ്ഡലത്തെ, പിന്നിൽ വ്യാപരിക്കുന്ന ശത്രുവിനെ നീ ഓടിത്തോൽപ്പിക്കുവാൻ പോകുക. കാലുകളിലേക്ക് ദൈവത്തിൻ്റെ കരം ശക്തി പകരുക. യേശുവിൻ നാമത്തിൽ സഹോദരി, ഇനി കുടുംബജീവിതത്തിൽ പകുതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ച് പിന്തിരിഞ്ഞ് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ, അല്ലെങ്കിൽ ആത്മഹത്യക്കായി സ്ഥലമന്വേഷിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ശുശ്രൂഷക കേൾക്ക്,
നിനക്ക് മുൻപേ ഓടുന്ന ദേശത്തിൽ അനേക ശുശ്രൂഷകന്മാർ അവരോടി, എന്നാൽ അവർക്ക് മുൻപേ ഓടി ഓവർടേക്ക് ചെയ്ത് ദേശത്തിൽ നിന്ന് ആത്മാക്കളെ പിടിച്ചെടുത്ത് ആ പൈശാചിക മണ്ഡലത്തെ, ആ ദേശാന്തരീയ വ്യാപാരത്തിന് മുൻപേ ഓടുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിൻ്റെ കാലുകളിൽ തൻ്റെ കരം വയ്ക്കുക. ഷേഖനെ ഞാനിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ആഹാബിൻ്റെ കാലുകൾക്ക് കീഴെ എന്തുണ്ട്? രഥത്തിൻ്റെ ചക്രങ്ങളുണ്ട്. ആ രഥത്തിൻ്റെ ചക്രങ്ങളെ ചലിപ്പിക്കുവാൻ കുതിരയുടെ കാലുകളുണ്ട്. എന്നാൽ ഏലിയാവിൻ്റെ കാലുകൾക്ക് കീഴെ ദൈവത്തിൻ്റെ കരമുണ്ട്. യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ കരം എന്നെ കേൾക്കുന്ന ചിലരെ എടുത്ത് ചില സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുചെന്ന് നിർത്തുവാൻ പോകുക. ഈ വർഷം അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥനയുടെ ദിവസങ്ങളിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് പറയുന്ന ഒരു ദൂതാണ്. അവൻ ചില സ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങളെ എടുത്ത് ചില പൊസിഷൻസിൽ, ചില പോസ്റ്റുകളിൽ കൊണ്ടുചെന്ന് വയ്ക്കുവാൻ പോകുന്നു. ചില രാജ്യങ്ങളിൽ നിങ്ങളെ കൊണ്ടുചെന്ന് വയ്ക്കുവാൻ പോകുന്നു. അതെ, ആ രാജ്യത്ത് എൻ്റെ ദൈവം നിന്നെ കൊണ്ടുചെന്ന് വയ്ക്കുവാൻ പോകുന്നു. ആർ യു റെഡി? ഈ വർഷം അവിധത്തിൽ നിന്റെ ആ സ്ഥാനാരോഹണത്തിൻ്റെ വർഷമായി മാറുന്നത് നീ കാണും. ആ പൊസിഷൻ നീ അച്ചീവ് ചെയ്യുന്ന വർഷമായി മാറുന്നത് കാണും. റെഡിയാണോ? 31 ദിവസം പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. പതിവ് പോലെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും, ഏതവസ്ഥയിൽ, ഏത് സാഹചര്യത്തിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്ക് ഉപവസിക്കാം. കോൺടാക്ട് ചെയ്തോ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. ഈ ദിവസങ്ങളിൽ രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിങ്കിലേക്കെന്ന നമ്മുടെ പ്രോഗ്രാമിലൂടെ ഓരോ ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലും നിങ്ങൾ കേൾക്കേണ്ട ദൈവിക ആലോചനകളും പ്രവചന ദൂതുകളും ദൈവശബ്ദവും നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. അവിടെയും നിങ്ങൾക്ക് ആ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാനുള്ള അവസരവും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഭവവും നിങ്ങൾക്ക് ലഭിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ കടന്നു വന്നു. വൈകുന്നേരം 3 മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം കുറ്റമ്പള്ളിയുടെ അടുത്ത് അമ്പലത്തിന് കാലയ്ക്ക് തൊട്ട് മുമ്പ് നമ്മുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഒരു തുടക്കമാണ്. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വേലയ്ക്കൊപ്പമായിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വന്നു. കൂടെ കൂടിക്കോ. ദേശത്തെ പിടിച്ചെടുക്കുവാൻ, ദൈവികമായത് പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഈ ജനത്തെ കടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ചേർന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും സ്വർഗം അവർക്ക് അങ്ങ് കൃപ നൽകണമേ. ഇവർക്ക് മുൻപേ ഓടി ഇന്നലകളിൽ ശത്രു കവർന്നെടുത്തതിനൊക്കെ തിരികെ പ്രാപിക്കുവാനും ഇനി ശത്രുവിന് തോൽപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവൻ ഓടി തോൽപ്പിക്കുവാനും ഇവരുടെ കാലുകളിൽ അങ്ങ് കരം വയ്ക്കണമേ. അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ. ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കണമേ. വിദേശ ജോലികൾ, വിദേശ നന്മകൾ ഇവരുടെ ഭവനങ്ങളിലേക്ക് വെളിപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. നിയമ തടസ്സങ്ങൾ മാറട്ടെ. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മാറട്ടെ. തൊഴിൽ സംബന്ധമായി ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ. അങ്ങയുടെ അത്ഭുത സാന്നിധ്യം ഇവരോട് കൂടിയിരിക്കണമേ. കടഭാരങ്ങളും പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം ഇവർക്ക് മുമ്പിൽ വഴി തുറക്കട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ. റീഥാഭാഷേഖൻ ഇവരിലെ രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. മുൻപിലുള്ള ഈ വർഷം ഇവർ അനുഗ്രഹിക്കപ്പെടുന്ന വർഷമായി ഇവർ വർദ്ധിച്ചു വരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവെ കൂടിയിരിക്കണം. കുടുംബങ്ങൾ വിടിപ്പിക്കപ്പെടട്ടെ. സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. ഓറി ധലമ ഷെഖനെ റാഥൂറിയ ശബല റധരെ ഷന്ത ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതുവരുടെ വാക്തത്വ നിവർത്തിയുടെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, അങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ. ശത്രുവിനെ നോട്ടമിടുവാൻ അനുവദിക്കരുത്. ദൈവകൃപ അളവ് കുറയാതെ അങ്ങ് പകരണമേ കർത്താവ്. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. വരുന്ന വർഷം അനുഗ്രഹത്തിൻ്റെയും നിറവിൻ്റെയും വർഷമായി തീരട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. അവരുടെ മുൻപോട്ടുള്ള ജീവിതം ഭാവി അനുഗ്രഹമായി തീരട്ടെ. അവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, ബന്ധനങ്ങളെ അഴിച്ച് അങ്ങയുടെ
അത്ഭുതകരമായ സാന്നിധ്യം ഇവരോട് കൂടിയിരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് മെസ്സേജ് എത്തിക്കുക. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ നമുക്ക് പ്രാപിക്കാം. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.